ഹായ് ഫ്രണ്ട്സ്, ഞാൻ ദാസ്. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ വളരെ ചെറിയൊരു വീഡിയോ ആണ് ചെയ്യുന്നത്. വേറൊന്നുമല്ല, നമ്മൾ കുറെ ആളുകൾ ഇപ്പോ ചോദിക്കേണ്ട കോഴികൾ തമ്മിൽ പരസ്പരം കൊത്തി മുറിവാക്കുന്നുണ്ട്. ഈ മുറിവിന് എന്താണ് ഒരു നാടൻ മരുന്ന് എന്നൊക്കെ ചോദിച്ചിട്ട് കുറെ ആളുകൾ മെസ്സേജ് ആക്കി വിളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ അതിനെക്കുറിച്ച് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പൊ വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതാണ്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇപ്പൊ ഞാൻ ഇന്ന് പറയുന്നത് പാലക്കാട് ഈ ഞങ്ങളുടെ ഏരിയയിലൊക്കെ കോഴികൾക്ക് സാധാരണ കൊത്തി മുറിവായാലും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നമ്മുടെ ഈ പരുന്തൊക്കെ പിടിച്ചിട്ട് മുറിവാകുന്ന ആയാലും വേറെ ഏതെങ്കിലും രീതിയിൽ കോഴികൾക്ക് മുറിവ് പറ്റി കഴിഞ്ഞാൽ ചെയ്യുന്ന ഒരു നാടൻ പ്രയോഗമാണ്. അതായത് അട്ടക്കരി എന്ന് പറയും. ഈ ഭാഗത്തൊക്കെ നിങ്ങളുടെ ഓരോ കാണുന്ന ആളുകളുടെ സ്ഥലത്ത് എന്താ പറയുന്ന അറിയില്ല. അതായത് നമ്മുടെ നാടൻ അടുപ്പുണ്ടല്ലോ, വിറകൊക്കെ കത്തിച്ച് ഉള്ള അടുപ്പ്, ആ അടുപ്പിൽ നിന്ന് പോകുന്ന പുക അതിന്റെ അടുപ്പിന്റെ മുകളിലുള്ള എവിടെയെങ്കിലും ചുമരിലോ അല്ലെങ്കിൽ ആ ചുമരിന്റെ മൂലയിലെ സൈഡിലൊക്കെ എവിടെയെങ്കിലും പറ്റി പിടിച്ചിരിക്കും. അതൊരു കരി രൂപത്തില് പൊടി രൂപത്തില് പറ്റി പിടിച്ചിരിക്കും. അതിനാണ് അട്ടക്കരി എന്ന് പറയാം. അതിന്റെ കൂടെ നമ്മുടെ കല്ലുപ്പും കൂടെ, പൊടിയുപ്പ് അല്ല കേട്ടോ, കല്ലുപ്പ് അതും കൂടെ പൊടിച്ച് ചേർത്ത്, രണ്ടും കൂടെ ഒരേ അളവിലെടുത്ത് പൊടിച്ച് ചേർത്ത് നന്നായിട്ട് തിരുമ്പി മിക്സ് ചെയ്തതിന് ശേഷം മുറിവിൽ അപ്ലൈ ചെയ്യുക. ഞാനത് ജസ്റ്റ് നിങ്ങൾക്ക് അതിന്റെ ഒരു വീഡിയോ, അത് ചെയ്യുന്നതിന്റെ ഒരു വീഡിയോ കാണിച്ചു. ഈ മരുന്ന് ഉണ്ടാക്കുന്ന അത് എങ്ങനെയാണ് എന്നുള്ളത് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഞാനിപ്പോ വീണ്ടും പറയാം, അട്ടക്കരി എന്ന് പറയുന്നത് നിങ്ങൾ എന്താന്നുള്ളത് നിങ്ങളുടെ ഓരോ ഏരിയയിലും പറയുന്നത് പല പേരായിരിക്കും. അതും നാടൻ അടുപ്പിൽ മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ. നിങ്ങൾ ഗ്യാസ് അടുപ്പിലൊന്നും കത്തിക്കുന്ന സ്ഥലങ്ങളിലൊന്നും അത് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. നാടൻ വിറകടുപ്പ് ഉള്ള സ്ഥലങ്ങളിലാണ് ഇത് ഉണ്ടാവുക. അപ്പൊ നമുക്ക് അത് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളതൊന്ന് കാണിച്ചു തരാം. ഇതുപോലെ ഉള്ള വിറകടുപ്പിൽ നിന്ന് പുക അങ്ങനെ മുകളിലേക്ക് പൊന്തി, ഇപ്പൊ ഇവിടെ എന്റെ ചിമ്മിനിയുടെ ഉള്ളിലാണ്. ചിമ്മിനിയുടെ ഉള്ളില് ചുമരിലൊക്കെ പറ്റി പിടിച്ചിരിക്കുകയാണ്. ഇപ്പൊ ഇതിൽ കാണുന്നില്ല, ഞാൻ ടോർച്ച് അടിച്ച് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഇതാ ഇപ്പൊ ആ ചുമരിന്റെ സൈഡിലൊക്കെ പറ്റി പിടിച്ചിരിക്കുന്ന അതാണ് അട്ടക്കരി എന്ന് പറയുന്നത്. അപ്പൊ അത് നമുക്കിത് ഇങ്ങനെ എടുക്കാം. ഇങ്ങനെ എടുത്താല് ഇതിങ്ങനെ കിട്ടും. അപ്പൊ നമുക്ക് അട്ടക്കരി എന്ന് പറയുന്ന സാധനമായി. ഇനി വേണ്ടത് കല്ലുപ്പാണ്. കുറച്ച് കല്ലുപ്പ് നമുക്ക് ഇതിലേക്ക് പൊടിച്ചു ചേർക്കണം. നമ്മൾ അമ്മയിൽ കുറച്ച് കല്ലുപ്പ് പൊടിച്ചെടുക്കാൻ പോവാണ്. നമുക്കിത് പൊടിച്ചിട്ട് അതിന്റെ കൂടെ മിക്സ് ചെയ്യാനുള്ളതാണ്. അപ്പൊ നമ്മൾ ഉപ്പ് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മളിതിൽ കല്ലുപ്പ് തന്നെ യൂസ് ചെയ്യണം, അല്ലാതെ പൊടിയുപ്പ് നമ്മുടെ പാക്കറ്റ് വാങ്ങിക്കാൻ കിട്ടുന്ന പൊടിയുപ്പ് ഇതിൽ ഉപയോഗിച്ചിട്ട് കാര്യമില്ല. കല്ലുപ്പ് തന്നെയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. കല്ലുപ്പ് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കല്ലുപ്പും ഈ കാണുന്ന കരിയും കൂടെ ഒന്ന് മിക്സ് ചെയ്യണം. അപ്പൊ നമ്മൾ ആ ഉപ്പ് പൊടിച്ചത് അതിലേക്ക് മാറ്റുകയാണ്. എന്നിട്ട് അത് നന്നായിട്ട് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. അപ്പൊ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്കിത് ഇങ്ങനെ ഈ രൂപത്തിലാണ് ഇത് സാധനം കിട്ടുക. ഇത് നമുക്കിനി കോഴികളുടെ മുറിവ് എവിടെയാന്ന് വെച്ചാൽ അവിടെ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചു കൊടുക്കുക. നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചു കൊടുത്താല് ആ മുറിവ് പെട്ടെന്ന് ഉണങ്ങി കിട്ടും നമുക്ക്. ഇത് വേറെ ഇൻഫെക്ഷനോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഇവിടെ നമ്മുടെ നാട്ടു രീതികളിൽ പ്രയോഗിക്കുന്ന ഒരു നാടൻ പ്രയോഗമാണ്. ഇപ്പൊ ഇവിടെ നിങ്ങൾക്ക് കോഴിയുടെ മുറിവിൽ തേച്ച് തരുന്ന കാണിക്കാനായിട്ട് മുറിവായിട്ടുള്ള കോഴി ഇവിടെ ഇല്ല. ഇപ്പൊ ചെയ്യുന്നത് എന്താ വെച്ചാൽ, ഇപ്പൊ കുറെ ആൾക്കാർ കൊത്തുകൂടി മുറിവാകുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് അതിന് മരുന്ന് എന്താന്ന് ചോദിച്ചപ്പോ ഞാനത് നിങ്ങൾക്ക് എടുത്ത് കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോ ഇതാണ് നാടൻ മരുന്ന്. ഇതിൽ വേണമെങ്കിൽ മഞ്ഞൾപ്പൊടി കൂടെ ചേർക്കാം കേട്ടോ. നിങ്ങൾക്ക് മഞ്ഞൾപ്പൊടി കൂടെ ഈ മരുന്നിന്റെ കൂടെ വേണമെങ്കിൽ ചേർക്കാം. ചേർത്തുകൊണ്ട് ദോഷമില്ല, ഗുണമേ ഉള്ളൂ. ചേർത്തില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. ഇത് തന്നെ നല്ല മരുന്നാണ്.
അപ്പൊ ഇതാണ് മരുന്ന്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു കോഴി മുറിവേറ്റത് എന്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ട് ഞാൻ അത് പുരട്ടുന്നതായിട്ട് നമുക്ക് കാണിച്ചു തരാൻ പറ്റില്ല. അപ്പൊ നമുക്ക് ഇതിനായിട്ടൊരു കോഴിയെ മുറിവാക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് ഇപ്പൊ ഇത് വീഡിയോ ചെയ്ത് തന്നെ നിരന്തരം ആളുകൾ ഇത് ചോദിക്കുന്നത് കൊണ്ടും അതുകൊണ്ടും കൂടെയാണ്. അപ്പോ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ.